ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷോർട്ട് റിവ്യൂ ആയിട്ട് പറയുന്നത്, അങ്ങനെ നമ്മുടെ ലാവണ്യ മണവാട്ടി വേഷത്തിലവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ റൂമിൽ നിന്ന് പോകാൻ പോകുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. തിങ്കളാഴ്ച കാണിക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അശ്വിൻ വരുന്നത് കാണുന്നത്. ആ സമയത്ത് ശ്രുതി പറയണ്ട, അയ്യോ ലാവണ്യമേടെ ദേ അശ്വിൻ സാറാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ്, ആ അലമാരെ കയറി ഒളിച്ചോ എന്ന് ലാവണ്യ പറയണം. അയ്യോ അത് വേണ്ട, അലമാര ഇതിനു മുമ്പ് ഒളിച്ചിട്ട് എന്നെ പിടിച്ചതാണ്, അതുകൊണ്ട് അലമാര വേണ്ട, എന്നാൽ കട്ടിലിടൽ ഒളിക്കും. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചോളാം എന്ന് പറയുവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ലാവണ്യ അങ്ങനെ ശ്രുതി വേഗം പോയിട്ട് ബാത്റൂമിൻ്റെ ആ സൈഡിൽ പോയിട്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ദേഷ്യത്തോട് പോയിട്ടാണ് റൂമിലേക്ക് കയറി വരുന്നത്. റൂമിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ലാവണ്യനെ കാണില്ല കേട്ടോ. ദേഷ്യത്തിലിങ്ങനെ കയറി വന്നിട്ട് അവിടെ ഫയൽ വെച്ചിട്ട് തിരിയുമ്പോഴാണ് ലാവണ്യനെ കാണുന്നത്. ആ സമയത്ത് ലാവണ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ലാവണ്യ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. ഞാൻ വിളിച്ചത് നീ ഇതുവരെ കേട്ടില്ലേ എന്ന് പറയാണ്. ഇതെന്ത് കോലമാണെന്ന് ചോദിക്കുവാണ്. ദേ ഇങ്ങനത്തെ വേഷം കിട്ടായിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അശ്വിൻ ചേട്ടനാ ഈ വേഷം ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ പറയാട്ടെ ലാവണ്യ കുറച്ച് നാണത്തോട് കൂടിയിട്ട്. പക്ഷെ ലാവണ്യ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ ഇടങ്ങണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കാനായിരിക്കും ഇടങ്ങണിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നോക്കട്ടെ. പിന്നെ അശ്വിൻ ഭയങ്കര വഴക്ക് പറയുമ്പോഴും ശ്രുതിയുടെ മുമ്പിലാണെങ്കിൽ വഴക്ക് വേണം. അപ്പം അതിൻ്റെ നാണക്കേട് കൊണ്ടും ശ്രുതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതേ ഞാനെടുത്ത് പലവട്ടം എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കാണില്ല, ഞാൻ അങ്ങനെ ഭാര്യ ആക്കത്തുമില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി വീണ്ടും നമ്മുടെ ശ്രുതിയുടെ ലാവണ്യ വീണ്ടും ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് അശ്വിൻ ചോദിക്കണത്, നീ എന്തിനാ ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണത്, അവിടെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത്. ശ്രുതിനെ കാണുവാണ്. അതുകൂടി കാണുമ്പോൾ അശ്വിൻ്റെ ദേഷ്യം കൂടുവാണ്. അപ്പം തന്നെ ശ്രുതിനെ കയ്യിൽ പിടിച്ച് വലിച്ച് ലാവണ്യയുടെ അടുത്ത് കൊണ്ട് നിർത്തുവാണ്. എന്നിട്ട് പറയാണ്, ദേ നീ കാരണമാണ് ഈ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാകുന്നത്, നീ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുക കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നിലത്തെത്തുമ്പോഴേക്കും അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി, എന്തിനാ കുഞ്ഞൻ ഇത്രമാത്രം ചൂടാവണത്, ലാവണ്യം കുഞ്ഞനും തമ്മിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ നിറയുക കേട്ടോ. കാരണം ശ്രുതിയുടെ ഐഡിയ കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മുടെ അശ്വിൻ ഒരുപാട് വഴക്ക് പറഞ്ഞ ലാവണ്യനെ പെട്ടെന്ന് ലാവണ്യ പൊട്ടിത്തെറിക്കുവാണ്. എന്തുകൊണ്ട് നിനക്ക് എന്നെ കല്യാണം കഴിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ ചോദിക്കണം, നീ എന്തിനാ എന്നോട് എപ്പോഴും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നല്ലോ, നിന്റെ നിലപാടെന്താ, നീ മാറ്റുവാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് എന്തിനാ നീ കല്യാണം കഴിക്കണമെന്ന് പറയണത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എനിക്ക് ഒരു പേര് വേണം, അതായത് നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഉറപ്പും ഒരു അടക്കവും അതുപോലെ തന്നെ ഒരു പേരും വേണം. കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന പറയുന്ന പേരാണ്, എനിക്ക് അങ്ങനത്തെ പേര് മതി എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, നീ കല്യാണത്തിൽ ഇത്രമാത്രം വെറുക്കണെന്തിന്, എനിക്ക് മടുത്തു, നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം മാറുന്നത്, എനിക്ക് മാറി ഇപ്പം എനിക്കൊരു ഐഡൻറ്റിറ്റിയും ഒരു ഇതും ഇല്ലാത്തൊരാളായിപ്പോയി ഞാൻ, ഇനി എനിക്ക് വയ്യ, ഞാനിനി ഒന്നിനും ഇല്ലെന്ന് പറയാണ്, എനിക്ക് മതിയായി എന്ന് പറയാണ്. അതിനുശേഷം അശ്വിൻ പറഞ്ഞു, മതിയായെങ്കിൽ നീ പോയിക്കോ, അതെ ഞാൻ പോകാൻ തന്നെയാണ് പോണത്, ഇതിനേക്കാൾ നല്ലത് പോയി ചാവടതാണെന്ന് പറയുവാണ് ലാവണ്യ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, സ്വയം ഒരു വിലയില്ലാണ്ടെന്നൊക്കെ പറയുവാണ്. ഞാൻ എത്രമാത്രം നിന്നൊന്ന് സ്നേഹിക്കാനും നീ ഒന്ന് അടുത്തിടപഴകാനും കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കെഞ്ചണത്, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അഞ്ജലി ഇങ്ങനെ നോക്കുമ്പോൾ ലാവണ്യ മുകളിൽ നിന്നിട്ട് ദേഷ്യത്തിലും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് ഒരു ബാഗൊക്കെ എടുത്തിട്ട് ഓടി വരുന്നുണ്ട്. ലാവണ്യമേടെ എന്ന് ശ്രുതി വിളിക്കുമ്പോൾ അശ്വിൻ തൊട്ട് പുറകെ വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി എടുത്ത് പറയണ്ടേ, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം നീയാണ് ചേച്ചി, ഇവളുടെ പേയ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ട് ഇപ്പം തന്നെ ഇവളത് പറഞ്ഞയക്കണം, എല്ലാ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവൾ നിൽക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും കേട്ടോ. തിങ്കളാഴ്ച പ്രശ്നങ്ങളുടെ ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ തന്നെ കൂളാവും നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴേക്കും. നെക്സ്റ്റ് എപ്പിസോഡ് എന്താണെന്ന് ഞാൻ നാളെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.